എല്ലാം ഇതാരാ വന്നിന് എന്റെ പൊന്നുമോളാ. ആ മോനെ വാ വാ, രണ്ടാളും ഇരിക്ക്. എന്നാലും എന്റെ മോളെ ഒരു വാക്ക് പറയണ്ട നീ ഇന്ന് വരുന്നുണ്ടെന്ന്. എന്നാ പിന്നെ അമ്മ എന്നാ വെച്ച് ആക്കട്ടില്ലേ, ബീഫോ ചിക്കൻ എന്തെങ്കിലും അച്ഛനോട് പറഞ്ഞിട്ട് വാങ്ങട്ടില്ലേ. നീ ഇന്നലെ രാത്രിയും കൂടി വിളിച്ചത് തന്നെ അമ്മേനാ. ഇന്ന് നിനക്ക് പറഞ്ഞൂടെ മോനെ. അമ്മ ഇന്നും കൂടി വിചാരിച്ചതേ ഇല്ലു എൻ്റെ മോളെ കാണാനായിട്ട്. എത്ര ദിവസമായിരുന്നു. അമ്മേൻ്റെ ആഗ്രഹം പോലെ തന്നെ നീ ഇന്ന് വന്നുവല്ലോ മോളെ. അമ്മക്ക് സന്തോഷമായി. ഇനിയില്ലേ മോനെ, 2 ആഴ്ച കഴിഞ്ഞിട്ടേ രണ്ടാളും ഇവിടുന്ന് പോകാൻ പാടില്ല കേട്ടാ. അത് കഴിഞ്ഞാലേ അമ്മ ഇവിടുന്ന് വിടൂലു. മോൾ ആകെ ക്ഷീണിച്ചു പോയല്ലോ. എന്തെന്ന് കോലം, ഒന്നും തിന്നാനൊന്നും തരുന്നില്ല എനിക്ക് അവിടുന്ന്. എന്തിനു മോളെ ഇതിന് വാങ്ങുന്നു? ഇവിടെ ആര് തിന്നാനില്ലത്? നിന്റെ അച്ഛനും അമ്മേനും ഇല്ലു. ഓ കേർത്തിയാ, ഓളെ കാര്യമൊന്നും പറയണ്ട. ഓൾ ഇന്നലെ പോയിട്ടുണ്ട്. ഇന്ന് വരാൻ പറഞ്ഞത് ഞാൻ ഇങ്ങോട്ടേക്ക്. ഇന്നലെ പോയതാണ് നിൽക്കാൻ വേണ്ടിയിട്ട്. എല്ലാം ഇതെന്ത് ഉണ്ണിയപ്പ. അമ്മക്ക് ഉണ്ണിയപ്പ ഇഷ്ടമാണെന്ന് മോക്ക് അറിയാല്ലേ. എൻ്റെ മോള് മറന്നിട്ടില്ല പോലെ അതൊന്നും. എൻ്റെ മോക്ക് അറിയാം അമ്മക്ക് ഉണ്ണിയപ്പ ഇഷ്ടമാണെന്ന്. എല്ലാം എൻ്റെ മക്കളിവിടെ ടി വി കണ്ടിരിക്കാം. അമ്മ വേഗം ചായ എടുത്തിട്ട് വരാട്ടാ. മക്കളിവിടെ ഇരിക്കണേ. ഓ വരുന്നുണ്ട് പൊങ്കോന്റെ. ഇവിടുന്ന് പോയാലോ അച്ഛനും വേണ്ട അമ്മയും വേണ്ട. വരട്ട്. ഓ വന്നോ രണ്ടാളും. എന്നാ പിന്നെ ഒരാഴ്ചയും കൂടി കഴിഞ്ഞിട്ട് വന്നാൽ പോരാടാ എനിക്ക്. ഇവിടുന്ന് അങ്ങ് പോയാലോ അച്ഛനും വേണ്ട അമ്മയും വേണ്ട. ഓ ഇന്നത്തെ ഒരു പൊങ്കോട്ടനായി പോയല്ലോ ദൈവമേ എൻ്റെ മോൻ. ആരോട് പറയേണ്ടതല്ലോ, പൊന്നുപോലെ നോക്കി വളർത്തിയ എൻ്റെ മോനാണ്. ഒരു കല്യാണം കഴിച്ച പിന്നെ ഒരു അച്ഛനും വേണ്ട അമ്മയും വേണ്ട. ആരോട് പറയേണ്ടതല്ലോ. ഞാനിത് ഉണ്ണിയപ്പ എനിക്കൊന്നും വേണ്ട. ആരെയെങ്കിലും വെച്ചേ അപ്പത്തെ വീട്ടിലേക്ക് കൊണ്ടു കൊടുത്തേ. എന്നാ ആരുടെ കുറച്ച് മീൻ വാങ്ങി വെച്ചിട്ട് അത് കുറച്ച് കറിയാക്കിയ കുറച്ച് പൊരിക്കുകയും ചെയ്തോ. അത്തപ്പേൻ്റെ ഉണ്ണിയപ്പവും വാങ്ങിയിട്ട് വന്നേനോളൂ.